നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, കാര്യവട്ടം, തിരുവനന്തപുരം. ഇന്ത്യയുടെ കായിക നയമായ ഖേലോ ഭാരത് നീതി 25 ഈ ജൂലൈ 1 ആദരണീയനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി തന്നെ അത് ക്യാബിനറ്റ് മീറ്റിംഗിൽ വെച്ച് അംഗീകരിക്കുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു മീഡിയ കോൺക്ലേവ് ആണ് ഇന്ന് നടന്നത്. ഈ ഖേലോ ഇന്ത്യ നീതിയുടെ കാതലായിട്ടുള്ള അതിന്റെ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ സ്പോർട്സ് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ കായികപരമായിട്ടുള്ള കായിക രംഗത്തെ ഉടച്ചു വാർത്ത് 2036 ഇന്ത്യ ഇവിടെ ഒളിമ്പിക്സ് ഇന്ത്യയിൽ വരികയാണെങ്കിൽ അതനുസരിച്ച് ഇന്ത്യയുടെ കായിക രംഗം സജ്ജമാക്കുക എന്നുള്ളത്, അതായത് സ്പോർട്സ് ഫോർ നാഷണൽ ബിൽഡിംഗ് എന്നുള്ളതാണ് ഇതിന്റെ കാതലായിട്ടുള്ള പദ്ധതി. ഇത് ഈ ഖേലോ ഇന്ത്യ നീതി 25 ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നുള്ളത് 5 പില്ലർസിലാണുള്ളത്. അത് ഒന്ന് ഇന്ത്യ സ്പോർട്ടിംഗ് മൂവ്മെന്റ്, അതായത് എങ്ങനെ ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പോൾ ലോകത്തിലെ ജനസംഖ്യയുടെ ഏറ്റവും വലിയ ജനസംഖ്യയാണ്. അതില് 65% പോപ്പുലേഷൻ 35 വയസ്സിൽ താഴെയുള്ളതാണ്. അപ്പൊ എങ്ങനെ ഈ നമ്മളുടെ യുവജനങ്ങളെ കായിക രംഗത്തേക്ക് ആകർഷിക്കാം, എങ്ങനെ വൈവിധ്യമാർന്ന പദ്ധതികളും മറ്റും കൊണ്ട് ഇവരെ എങ്ങനെ ഈ രംഗത്തേക്ക് കൊണ്ടുവരാം എന്നതാണ്. രണ്ടാമത്തെ പില്ലർ എന്ന് പറയുന്നത് പോളിസി വിഷൻ ഫ്രെയിം, അത് ഗ്ലോബൽ എക്സലൻസ് എന്നുള്ളതാണ്. അപ്പൊ ഗ്ലോബൽ എക്സലൻസിൽ എങ്ങനെ നമുക്ക് നൈപുണ്യമുള്ള സ്പോർട്സ് താരങ്ങളെ ഇന്റർനാഷണൽ ലെവൽ കോമ്പറ്റീഷനുകളിൽ നമുക്ക് അവർക്ക് മെഡൽ നേടിയെടുക്കാം. പിന്നെ രണ്ടാമത് എക്കണോമിക് ഡെവലപ്മെന്റ് ആണ്. സ്പോർട്സ് ഡെവലപ്മെന്റും എക്കണോമിക് ഡെവലപ്മെന്റും രണ്ടും വളരെയധികം താതാത്മ്യമുള്ളവരാണ്. അപ്പൊ ഇത് രണ്ടും എങ്ങനെ ലിങ്ക് ചെയ്തതിന് ശേഷം ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തും സ്പോർട്സുമായിട്ട് ബന്ധപ്പെടാം, എഡ്യൂക്കേഷനുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക. വിദ്യാഭ്യാസവുമായിട്ട് നമ്മൾ സ്പോർട്സ് കൂട്ടിയിണക്കിയാൽ മാത്രമേ നമ്മുടെ സ്കൂൾ കോളേജ് മേഖലയിലുള്ള എല്ലാ കുട്ടികളെയും കായിക രംഗത്തേക്ക് എത്തിക്കാൻ സാധിക്കും. നമ്മുടെ സമൂഹത്തിൽ എങ്ങനെ സ്പോർട്സിനെ അവരുടെ കൂടുതൽ പങ്കാളിത്തം ഉണ്ടാക്കാം, എങ്ങനെ നമുക്ക് മാസീവായിട്ട് സ്പോർട്സ് ജനങ്ങളെ സ്പോർട്സ് കായിക മേഖലയിലേക്ക് കൊണ്ടുവരാം, അതൊരു മൂവ്മെന്റ് ആയിട്ട്, ഒരു പീപ്പിൾസ് മൂവ്മെന്റ് ആയിട്ട്, സ്പോർട്സ് വേ ഓഫ് ലൈഫ് ആയിട്ട് എങ്ങനെ ജനങ്ങളെ ഇതിലേക്ക് കൊണ്ടെത്തിക്കാം എന്നുള്ളത്. പിന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള ഗ്ലോബൽ എക്സലൻസ്, എക്കണോമിക് എഞ്ചിൻ, അതിന്റെ ടൂറിസം ഹബ്ബായിട്ട് എടുക്കുക, കൂടുതൽ സോഷ്യൽ ഇമ്പാക്ട് ഉണ്ടാക്കുക, കൂടുതൽ വനിതാ പ്രാതിനിധ്യം ഉണ്ടാക്കുക, ട്രൈബൽ കമ്മ്യൂണിറ്റികളിൽ കൂടുതൽ ഇതിൽ എൻഗേജ്മെന്റ് ഉണ്ടാക്കുക, ഡിസബിലിറ്റി ആയിട്ടുള്ള ചലഞ്ച് ഗ്രൂപ്പുകളെ ഇതിനകത്ത് ഉൾപ്പെടുത്തുക, ഇന്ത്യയുടെ കൾച്ചറൽ പ്രിസർവേഷൻ, നമ്മുടേതായിട്ടുള്ള തനതായ പല കായിക ഇനങ്ങളും ഉണ്ട്. അതായത് ഇവിടെ കേരളത്തിൽ തന്നെ വള്ളംകളി, കളരിപ്പയറ്റ് ഇങ്ങനെയുള്ളതുണ്ട്. അപ്പൊ ഇതിനെല്ലാം നല്ല പ്രൊമോഷനും അതിനനുസരിച്ചുള്ള ഇവർക്ക് ഈ ഗെയിമുകളെ പ്രൊമോട്ട് ചെയ്യുക. റീജിയണൽ സ്പോർട്സ് ട്രഡീഷൻസ്, അത് അങ്ങനെയുള്ള ഓരോ നമുക്കുള്ള ഓണം കായിക രംഗം വളരെ ഓണം ആഘോഷത്തിന്റെ ഭാഗമാണ്. അപ്പൊ അങ്ങനെയുള്ള ഓരോ സംസ്ഥാനങ്ങളിലും അതനുസരിച്ചുള്ള റീജിയണൽ സ്പോർട്സ് ഫെസ്റ്റിവൽസും അതിനോടനുബന്ധിച്ചുള്ള കളികൾ മറ്റുള്ള അത് പ്രോത്സാഹിപ്പിക്കുക. കമ്മ്യൂണിറ്റി ബേസ്ഡ് കോമ്പറ്റീഷൻ, കൂറുകളൊക്കെ ആണെങ്കിൽ ഹോക്കി അവരുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്, എല്ലാ കൂറുകളും അതുപോലുള്ള കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ്സ് കൊണ്ടുവരിക. ഇന്റർനാഷണൽ കോപ്പറേഷൻ, മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് കൂടുതൽ സഹകരണം കൊണ്ടുവരിക. പിന്നെ ഒരു പീപ്പിൾ മൂവ്മെന്റ് എന്നുള്ള രീതിയിൽ മാസ് മൂവ്മെന്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഫിറ്റ്നസ് കൾച്ചർ ഉണ്ടാക്കും. എല്ലാ സ്കൂളുകളിലും ഇപ്പൊ കുട്ടികളെ നമ്മൾ റേറ്റ് ചെയ്യുന്നത് അവരുടെ അധ്യയനത്തിലുള്ള അവരുടെ മികവ് അനുസരിച്ചാണ്. പക്ഷെ അവരുടെ ശാരീരികമായിട്ടുള്ള ക്വാളിറ്റീസ്, അവരുടെ ഫിസിക്കൽ ഫിറ്റ്നസ്, അവരുടെ ആരോഗ്യം, ഇതൊന്നും നമ്മൾ കണക്കാക്കാറില്ല. അപ്പൊ അതിനും അവരെ അംഗീകരിക്കുകയും ഇവരുടെ സ്കൂളിലെ കുട്ടികളിലെ അധ്യയനത്തിലുള്ള അവരുടെ ഉന്നമനത്തിന്റെ കൂടെ തന്നെ അവരുടെ ആരോഗ്യവും കായികക്ഷമതയും കൂടെ അതിന്റെ കൂടെ ഉൾപ്പെടുത്താനുള്ള മാർഗങ്ങൾ. കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ്, ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്, നമ്മളിപ്പോൾ ഈ ഖേൽ പാഠശാല എന്ന് പറഞ്ഞൊരു ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ് കൊണ്ടുവരുന്നുണ്ട്. അതൊരു ഡിജിറ്റൽ സ്പോർട്സ് എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. അതനുസരിച്ച് കായിക രംഗത്തിലുള്ള ഈ 4 തലങ്ങളിൽ എടുത്തിട്ട് ഇൻട്രൊഡക്ഷൻ, ഫൗണ്ടേഷൻ, ലെവൽ 1, ലെവൽ 2 എന്നീ 4 തലങ്ങളിൽ എടുത്തിട്ട് എല്ലാവർക്കും അക്സസിബിൾ ആയിട്ടുള്ള ഡിജിറ്റൽ മോഡൽ നമ്മൾ സ്പോർട്സ് എഡ്യൂക്കേഷൻ കൊണ്ടുവരാനുള്ള വലിയൊരു ബൃഹത്തായ പദ്ധതി നമ്മൾക്ക് ഉണ്ടാക്കുന്നുണ്ട്. അത് എഡ്യൂക്കേഷനുമായിട്ട് ഇന്റിഗ്രേറ്റ് ചെയ്താണ്. അതാണ് 5th പില്ലർ, കരിക്കുലത്തിനുമായിട്ട് കൂട്ടുക. ഇപ്പൊ സ്പോർട്സ് സയൻസ് എന്ന് പറയുന്നത് വളരെ 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 മുന്നോട്ട് പോയിട്ടുണ്ട്. അതിന് ഒട്ടനവധി റിസർച്ച് ഗവേഷണങ്ങൾ അതിൽ നടക്കുന്നുണ്ട്. അപ്പൊ അതനുസരിച്ചുള്ള സ്പോർട്സ് സയൻസിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനോ വിദ്യാഭ്യാസവുമായിട്ട് കൂട്ടിയിണക്കി അത് കരിക്കുലത്തിന്റെ ഭാഗമാക്കുക. ടീച്ചർ ട്രെയിനിങ് ഉണ്ട്, എല്ലാ അധ്യാപകരെയും ഇതിനെപ്പറ്റിയുള്ള ബോധവൽക്കരണവും കപ്പാസിറ്റി ബിൽഡിംഗ് നടത്തുക. കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. ഗ്രാമങ്ങളിലും മറ്റുള്ള പിന്നോക്ക പ്രദേശങ്ങളിലും എല്ലാം
എല്ലാ കുട്ടികൾക്കും പങ്കെടുക്കാനും അതിന് സ്പോർട്സിൽ ഭാഗമാക്കാനും മറ്റുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുന്നു. ഇങ്ങനെയുള്ള സമഗ്രമായിട്ടുള്ള ഒരു നയമാണ് ഖേലോ ഭാരത് നീതി 25.